സൗഹൃദവേദി വായനശാലയെ കഴിഞ്ഞ 28 വർഷം ഒരു നാട് ഒരിക്കലും അതിൻ്റെ അളവ് കുറയാതെ ഈ മഹത്തായ സംഘടനയെ ഉള്ളം കയ്യിലെന്ന പോലെ കാത്തുപോരുന്ന വ്യക്തിത്വം. അതിൻ്റെ പ്രതിഫലനമായി ഈ മനോഹരമായ മുഹമ്മയുടെ മുഖശ്രീയായി നിൽക്കുന്ന പാതിരാമണലും ഈ ഗ്രാമവുമെല്ലാം ചേർന്ന് നിൽക്കുന്ന 5-ാം വാർഡിൻ്റെ സാരഥി. തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഈ നാടിന് സമർപ്പിക്കുന്ന സൗഹൃദവേദിയുടെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ ടി കുഞ്ഞുമോന് നല്ലൊരു കയ്യടിയോടുകൂടി തന്നെ ടി കുഞ്ഞുമോനെ നമ്മൾക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. ഉപക്രമ സംസാരത്തിനായി ആദരവോടെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ നമ്മുടെ വളരെ ആരാധ്യനായ കൈതപ്രം നമ്പൂതിരി അവർ, അതുപോലെ തന്നെ ബഹുമാന്യനായ ചെറുവയൽ രാമേട്ടൻ, എൻ്റെ സഹപ്രവർത്തകരായ ബീന, അമ്പിച്ചേച്ചി, 1300 ബാങ്കിൻ്റെ പ്രസിഡന്റ് പ്രതാപണ്ണൻ. നമ്മുടെ വായനശാലയുടെ പ്രവർത്തനങ്ങൾ ഓരോ വർഷവും കഴിയുന്തോറും കൂടുതൽ മെച്ചപ്പെടുത്ത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത തലത്തിലേക്ക് ഓരോ വർഷവും കഴിയുന്തോറും വളരുകയാണ്. അതിന് പ്രത്യേകമായി ഭാരവാഹികളുടെ ഭാഗത്തുനിന്ന് കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉള്ളത്ര സമയം ഇപ്പം നമ്മൾ ചെലവഴിക്കുന്നില്ല എന്ന് വേണം പറയാൻ. പക്ഷെ നമ്മളിപ്പം മുൻകാലങ്ങളിൽ വാർഷികം നടത്തുന്ന പോലെയല്ല. ഇപ്പോൾ വാർഷികം നടത്തുന്ന സാധാരണ നമ്മൾ തീരുമാനമൊക്കെ എടുത്ത് പോയി വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കാര്യം മുൻപ് ഒരു 5-8 വർഷം മുമ്പൊക്കെ വായനശാല വാർഷികം സംഘടിപ്പിക്കാനായിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന ഒരുപാട് പേര് വായനശാല ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അതിനേക്കാൾ ഗംഭീരമായി വായനശാല വാർഷികം നടക്കുന്നുണ്ടെങ്കിലും അത്രയധികം പണിയെടുക്കേണ്ടി വരുന്നില്ല ഭാരവാഹികൾക്ക്. അത്രയധികം സഹായ സഹകരണങ്ങളാണ് നമ്മുടെ നാട്ടിന് പുറത്തുനിന്ന് വായനശാല ഓരോ പ്രവർത്തനങ്ങളും കിട്ടുന്നത്. അപ്പം നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ഇപ്പം നമ്മൾ മനസ്സിൽ കരുതുന്ന പലരോടും പല സഹായങ്ങളും ആവശ്യപ്പെട്ട് നമ്മൾ ഇന്ന് തന്നെ ഒരാളിനോട് ഒരു കാര്യം പറഞ്ഞപ്പം നമ്മൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പൈസയാണ് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തത് എന്ന് പറയുന്നത് അത് തീർച്ചയായും വായനശാലയുടെ പ്രവർത്തനങ്ങളിൽ മറ്റൊന്നുമല്ല. വായനശാലയുടെ ഇപ്പോഴത്തെ മുന്നോട്ടുള്ള കുതിച്ചുചാട്ടത്തിന് മെയിനായിട്ടുള്ള കാരണം ഞങ്ങളത് സത്യസന്ധമായി വിനിയോഗിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായ കാര്യം ഈ നാട്ടിലെ ജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ തന്നെയാണ്. എത്രയോ ആൾക്കാരാണ് കൈയഞ്ഞ് ഒരു തലത്തിലേക്കും കൊടുക്കാത്ത അത്രയും രൂപ നൽകി ഈ വായനശാല പ്രവർത്തനങ്ങളിലെ എല്ലാ മുതൽക്കൂട്ടായി മാറുന്ന യഥാർത്ഥത്തിൽ നമ്മുടെ പ്രിയങ്കരായ നാട്ടുകാരുടെ. ഇത്തവണയാണെങ്കിൽ കൂടുതൽ പ്രാതിനിധ്യം പല മേഖലകളിൽ നിന്നും വായനശാല ഉണ്ടായി. അപ്പോൾ ഇത്തവണ തന്നെ നമ്മൾ കൂടുതലായി നടത്തിയൊരു കാര്യം പാതിരാമണലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വികസന സെമിനാർ സംഘടിപ്പിക്കാനായിട്ടായ കാര്യം ഞാൻ ഇന്നലത്തെ യോഗത്തിൽ വിശദീകരിച്ചാണ്. നമ്മുടെ നാട്ടിൽ ഇത്രയധികം ഒരുപാട് ഇപ്പോൾ കുറച്ച് നാളുകളായി ഒരു 5-6 വർഷമായി നമ്മുടെ പാതിരാമണൽ വികസനമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് വീണ്ടും പഴയപടിയിലേക്ക് നിലച്ചു പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഇന്നലെ നമ്മൾ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഒരു പാതിരാമണൽ വികസന സെമിനാർ നടത്തിയത്. ഇത് ബന്ധപ്പെട്ട നമ്മുടെ പാതിരാമണലിലോട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. അപ്പം ഞാനൊരു പഞ്ചായത്ത് മെമ്പറാണ്, ഇവിടെ 2 പഞ്ചായത്ത് മെമ്പർമാരിപ്പുണ്ട്. പക്ഷെ അതൊക്കെ വളരെ പരിമിതമായ അധികാരം മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് പറഞ്ഞാലും നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനോട് ബന്ധപ്പെട്ടതല്ല, അതിനേക്കാളൊക്കെ വളരെ മുകളിൽ നിന്നുള്ള ഇടപെടലുണ്ടായാലേ പാതിരാമണൽ പോലുള്ള ഒരു ദ്വീപിൻ്റെ വികസനത്തിന് കാര്യമായ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് കഴിയും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്നലെ പാതിരാമണൽ വികസന സെമിനാർ സംഘടിപ്പിച്ചത്. വളരെ നിർലോഭമായ പ്രതികരണമാണ് നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിന്നുണ്ടായത്. നമ്മുടെ ഈ 2-3 വാർഡുകളിലെയും ADS-ൻ്റെയും CDS-ൻ്റെയും ഉത്തരവാദിത്തപ്പെട്ടവർ, കുടുംബശ്രീ ആൾക്കാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, അതുപോലെ തന്നെ ഹരിതകർമ്മ സേനയിൽ, അങ്ങനെ മുഴുവൻ ആൾക്കാരും. അപ്പോൾ ഇന്നലെ ഇവിടെ യോഗത്തിൽ സംസാരിച്ച് ശരത്ത് തന്നെ പറയുകയുണ്ടായി, ഞാൻ ഇവിടുന്ന് പോകാത്തതിന് വേറെ കാരണമൊന്നുമല്ല, ഈ പ്രാതിനിധ്യം കണ്ടിട്ട് പോകാനും പറ്റുന്നില്ലെന്ന്. അപ്പോൾ അത്രയ്ക്കാണ് വായനശാലയുടെ പ്രവർത്തനങ്ങളോട് ജനങ്ങളുടെ സഹകരണവും മതിപ്പും എന്നുള്ള കാര്യം ഞങ്ങൾ വിനയപുരസ്സരം ഓർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ള കാര്യമുണ്ട്, വായനശാലയിൽ ഞങ്ങൾ ഇപ്പോൾ ഇന്ന് മുടക്കുന്ന 1000 ബാഗിൻ്റെ പകുതി പൈസ ഉണ്ടെങ്കിൽ ഈ ഗ്രൗണ്ടിൽ ഈ തിങ്ങി നിറഞ്ഞ് MG ശ്രീകുമാറിൻ്റെ ഗാനമേള നടത്താൻ പറ്റും. പക്ഷെ ഞങ്ങൾ ഇന്ന് വരെ അങ്ങനെ ആ രീതിയിലേക്ക് ചിന്തിച്ചിട്ടില്ല. വായനശാലയിലെ ഇന്ന് മേടിക്കുന്ന 1000 ബാഗിൽ 500 ബാഗിൻ്റെ കാശ് മാത്രം മതി ഒരു വലിയൊരു സിനിമയുടെ ഒരു പിന്നണി ഗായകൻ്റെ ഗാനമേള നടത്താം. പക്ഷെ നമ്മുടേതല്ല. ഈ സമൂഹത്തിൽ നിന്ന് വേറിട്ട് ചിന്തിക്കാനും സമൂഹത്തിന് കൂടുതൽ നന്മ നൽകാനുമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത്. അതിന് നിങ്ങളുടെ എല്ലാം കൂടുതലുള്ള പിന്തുണ ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ വായനശാലയ്ക്ക് മുമ്പ് 1000 ഫോം 5 ദിവസം കൊണ്ടാണ് തീരണത്.
ഞങ്ങൾ എല്ലാ ദിവസവും ഉച്ച 1000 ഫോം എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ കൊണ്ട് തീർന്നു പോകും. എവിടെ നിന്നൊക്കെയാണ് വരുന്നത്? നമ്മൾ ഉദയനാപുരം, വൈക്കം, തലയാഴം, മർത്തങ്കൽ, മണ്ണഞ്ചേരി, കഞ്ഞിക്കുഴി, അങ്ങനെ നാനാ സ്ഥലം. ഇതേ പറഞ്ഞ ഒരു 1500 പേർക്ക് കൊടുത്താലും തികയാത്തത്ര ആവശ്യക്കാരുണ്ട്. അപ്പം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സമൂഹത്തിൽ ഇപ്പോഴും ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ അവശേഷിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം ചികിത്സാധന സഹായം ഇത്തവണ പ്രത്യേകം നോട്ടീസ് കൊടുത്തിരുന്ന് വളരെ ഗുരുതരമായ ആൾക്കാർ മാത്രമേ അപേക്ഷിക്കാവുള്ളൂ. എന്നിട്ട് 50-55 പേര് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ സാധാരണ ഇതിൽ അങ്ങനെ ഒരു അപേക്ഷ വെച്ചാൽ ഒരു 1000 രൂപയെങ്കിലും കൊടുക്കാതെ ആരെയും അത് അപേക്ഷ തള്ളിക്കളയാറില്ല. അതുകൊണ്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടി ഈ വെക്കുന്നവരാണ് കുറച്ചുകൂടി മനസ്സിലാക്കേണ്ടത്. ഇനി ഞങ്ങൾക്കിതില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള. പക്ഷേ ചിലരൊക്കെ ഞാൻ എന്ത് ആനുകൂല്യം കൊടുത്താലും ദുർവിനിയോഗം ചെയ്യുന്ന ചില ആൾക്കാർക്ക്, ഞാൻ ചികിത്സാധന സഹായമായിട്ട് ബന്ധപ്പെട്ടല്ല, ഈ പഠനോപകരണത്തിൻ്റെ കാര്യത്തിൽ ചിലരൊക്കെ ഇച്ചിരി അല്പം മെച്ചപ്പെട്ട നിലവാരമുള്ളവർക്ക് മാറി നിൽക്കാവുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ മുകളിൽ പുറത്തുനിന്ന് വന്ന ആൾക്കാരെ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അവരെങ്ങനെ ഇപ്പം നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അർത്തങ്കിൽ നിന്ന് വന്ന ഒരു കുട്ടി ഒരു ഫോം മേടിച്ചാൽ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും കുട്ടി ദുരിതത്തിലാണോ ദുഃഖത്തിലാണോ? അപ്പം അതുകൊണ്ട് നമ്മൾ കൊടുക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ 1000 എന്നുള്ള 1500 ആക്കേണ്ട സമയം അതിക്രമിച്ചു. പക്ഷെ നമുക്ക് അതിനും മാത്രമുള്ള ഇപ്പം തന്നെ ഒരു 18-20 ലക്ഷം രൂപയൊക്കെയാണ് നമ്മുടെ മൊത്തത്തിലുള്ള ബഡ്ജറ്റ് ഈ 3 ദിവസ പരിപാടികൾ. അപ്പം അതൊക്കെ എല്ലാം നമ്മളൊരു വലിയ എമൗണ്ട് തന്നെ ഈ നമ്മുടെ നാട്ടിൽ നിന്ന് കളക്ട് ചെയ്യണത് തന്നെയാണ്. കുറച്ചും ഒരു 1% പൈസ മാത്രമേ നമ്മുടെ നാടിന് പുറത്തുള്ളവർ ഇപ്പോൾ എല്ലാ വർഷവും കൃത്യമായിട്ട് 1, 1.5, 2 ലക്ഷമൊക്കെ അക്കൗണ്ടിലിട്ട് നോട്ടീസ് അയച്ചു കൊടുത്താൽ ഇട്ടുതന്നെ ആൾക്കാർ നമുക്ക് വാങ്ങിച്ചെടുക്കണം. അതൊക്കെ നമ്മുടെ ഒരു ഭാഗ്യമായിട്ട് നമ്മൾ കാണുകയും കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രയാണത്തിന് കൂടുതൽ കരുത്താകാൻ ഈ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ചെയ്തികളും ആകുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും സ്നേഹവും തുടർന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വന്നിട്ടുള്ള മുഴുവൻ വിശിഷ്ട വ്യക്തികളെയും സൗഹൃദവേദി വായനശാലയ്ക്ക് വേണ്ടി പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.